ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ബിഗ് ബോസ് ടോക്ക് ആണ്. എനിക്ക് ലൈവിനെ കുറിച്ചൊന്നും പറയാനില്ല. അല്ല, ലൈവിൽ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞോളാം. അപ്പൊ എനിക്ക് പറയാനുള്ളതാ കൂടുതലുള്ളത്, അതിനെ കുറിച്ചാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. അതായത് ഞാൻ ചെറുതായിട്ടൊന്ന് കൂറ് മാറാൻ പോവാണ്. രേണു സുധി മലപ്പുറം ഫാൻസ് അസോസിയേഷൻ ടീമിൽ നിന്ന് ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഞാൻ രാജിവെക്കുക മാത്രമല്ല, ഞാൻ എറിഞ്ഞു കൊടുത്തിട്ടാ പോകുന്നത്. അതായത് ജീവനില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരിക്കലും പണിയെടുക്കാൻ ഞാൻ തയ്യാറല്ല. ജീവനില്ലാത്തടത്തുനിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് ഇവന്റെ എന്തൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇനി അവിടുന്നൊന്നും വരാനില്ല. അവിടെ ആള് ജീവൻ നിലനിർത്താൻ വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ പോയി വരുന്നുണ്ട്. ഇതാണ് നിലനിർത്താൻ പെടാപ്പാട് വരുന്നുണ്ട്. കാരണം ഫുഡ് കഴിക്കേണ്ട ആ സമയങ്ങളിൽ മാത്രമേ നമ്മൾ രേണു സുധീനെ അവിടെ കാണുള്ളൂ. അല്ലാത്ത സമയത്ത് ആളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടാസ്ക് നടക്കുന്ന സമയത്ത് ഇപ്പൊ ലൈവ് നടക്കുക ടാസ്ക് അവിടെ കച്ചറയൊക്കെയാ. ആള് ഇവന്മാരിതെന്തീ കാണിക്കുന്നത്? എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതോ ശരിക്കും എപ്പോഴും ഒന്ന് അളകി കിട്ടുള്ളൂ. ഒരു കണക്കിന് സത്യമായിട്ടും പറയാലോ, പാവം തോന്നുന്നുണ്ട്. എന്തിനാണ് വെറുതെ. അല്ല, ഞാൻ രാജിവെച്ചപ്പോഴേ രാജിക്കത്ത് സമർപ്പിക്കുന്ന സമയത്ത് പ്രാർത്ഥനയോടെയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും എന്താണ് പ്രാർത്ഥന? നല്ലത് വരട്ടെ, നന്നായി വാ, നന്നായി വാ. അയ്യോ, എന്താണെങ്കിൽ ഞാൻ പാവം തോന്നുന്നുണ്ടെന്ന് പറയാൻ കാരണം അതിന് ഈ ഒരു എന്താ പറയാ, ബിഗ് ബോസിന് ആപ്റ്റ് അല്ലാത്ത ഒരാളെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെയാണ് ആദ്യം പറയേണ്ടത്. അത് ശരിയാണ്. അവർക്ക് അതിനുള്ള കഴിവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിച്ച്. അതെ, അതായത് 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 20 രൂപന്റെ പണിയെടുക്കണം. അതാണ് ഞങ്ങൾ ആര്യൻ ഫാൻസിന്റെ നിർദ്ദേശപ്രകാരം രേണു ചേച്ചി അവിടെ നിന്നോ, രേണുയെ നിങ്ങൾ വലിച്ചു പുറത്തിടുക. ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസ് ഇവിടെ ഉണ്ട്. ഞാൻ നേരെ കൂറുമാറിയിരിക്കുന്നത് ക്രിഞ്ചൻ ഫാൻസിലേക്കാണ് കേട്ടോ. ഇനി ഞാൻ ആര്യൻ ഫാൻസ് അസോസിയേഷന്റെ മെമ്പറായി. അതായത് പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ഇല്ല, അങ്ങനെ വലിയ സ്ഥാനമാനങ്ങളൊന്നും മോഹിച്ചിട്ടല്ല, കഴിവ് കണ്ടിട്ട് കൂടെ കൂടിയതാണ്. ജസ്റ്റ് മെമ്പർ ആയാൽ തന്നെ മതി. ഇവന് ആര്യനെ കാണാതിരിക്കാൻ പറ്റൂല. ആര്യന്റെ ആളെ ഞാൻ ആര്യനെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതും എന്തൊരു ഇഷ്ടം അറിയോ, ആര്യന്റെ ചിരി. ആര്യൻ വാ തുറന്നാ ഉറപ്പിക്കല, അത് എന്ത് രസാന്നറിയോ. ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവൻ ഇത്രയും വലിയ ചറ്റാന്നുള്ളത് ഞാൻ ഇപ്പോഴാണ്. ഞാനിന്ന് നിന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കര സാഡിസ്റ്റാന്നുള്ളത് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. അതായത് ഞാൻ സത്യമായിട്ട് പറയാ, കൂടുതൽ വെറുപ്പിക്കണേ, അവനോട് കൂടുതൽ ആൾക്കാർക്ക് വെറുപ്പ് വരണേ എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. സത്യമായിട്ട് എന്നോട് പറഞ്ഞതാ. എന്തൊരു ഇപ്പൊ എന്നിട്ട് ഇരുന്ന് കാണുക ആര്യനെ. ഇപ്പൊ ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ആ ഫോട്ടോ കത്തിച്ച് കളയുന്ന ഒരു ടാസ്ക്, അതിന്റെ. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അനുമോളുടേതായ വഴിക്ക് ഗെയിം കൊണ്ടുപോകണം. അതാണെങ്കിലോ എന്റെ ദൈവമേ, എന്തിനാണ് അവിടെ നിന്നിട്ട് കരയണത്? ഒരു ഫോട്ടോ കത്തിച്ചതിനൊക്കെ കരയാണെങ്കിലേ ഞാനോ 10 ഞാൻ പറയാം, 10 എടുത്ത് കത്തിച്ചോ. എന്തുണ്ടാണ് അവിടെ കത്തിച്ച സംഭവിക്കുന്നത്? ഒനിയില് കണ്ടില്ലേ എന്ത് പ്രശ്നം? എടാ, ഞങ്ങൾ ആര്യൻ ക്രിഞ്ചൻ ഫാൻസിനുള്ളതാണ് അതൊക്കെ. ശരിയാ, ഞങ്ങൾക്ക് മാസ് ഡയലോഗ് അടിക്കാൻ പറ്റില്ലേ? നല്ല മാസം ഞങ്ങൾ മാസ് ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് അനുമോളൊക്കെ ഇങ്ങനെ കരയുമ്പോ കണ്ടില്ലേ, BGM ഇട്ട് കൊടുത്തിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ സീരിയല് സംവിധായകൻ കട്ട് പറഞ്ഞു നിർത്തിക്കോ. എന്തൊക്കെ മാസ് ഡയലോഗുകളാണ്. മാസിന്റെ തന്തയാണ് അവൻ ആര്യൻ, ഞങ്ങളുടെ മുത്ത് ക്രിഞ്ചൻ. ഭയങ്കരം തന്നെ. എന്താണെങ്കിലും ഈ ആഴ്ചത്തെ 4ാമത്തെ, അതായത് ബിഗ് ബോസ് സീസൺ 7ന്റെ 4ാമത്തെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ അപ്പാണി. ക്രിഞ്ചൻ ഫാൻസ് അങ്ങനെ വിളിക്കുള്ളൂ, അപ്പണി. ആ പണിയും കൊണ്ട് ഇങ്ങോട്ട് വരല്ലോ. ആൾക്ക് എന്ത് പണി അറിയാം. ക്യാപ്റ്റൻ ആണെങ്കിലും ആള് എപ്പോഴും നിഴൽ തന്നെ. ആരുടെ? അക്ബറിന്റെ നിഴൽ. ഇന്ന് അക്ബർ ഇരുന്ന് ഈ നിഴലിന് ഇത് ഓരോ കാര്യം പറയുമ്പോ അതിലേക്ക് ഞാൻ പോകട്ടോ. ഇപ്പൊ ഈ നിഴലിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് രാവിലെ അക്ബർ ഇരുന്ന് പറയുന്നുണ്ട്, അക്ബർ ആദിലേനോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇന്നലെ മുതല് ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോ മുതൽ ഇങ്ങനെയാണ്, അതായത് അപ്പാനീനെ എല്ലാരും നിഴൽ എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കൊടുത്തല്ലോ. അപ്പം അവൻ അങ്ങനെയല്ല, അവന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ കൂടെ ഞാൻ ഇനിയും അവന്റെ ഒപ്പം കൂറിയിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറിയതായിട്ടൊന്ന് മാറിയതാണ്.
എത്ര ദിവസം ഉണ്ടാവും അറിഞ്ഞൂടാ. എന്താണ് ഈ നിഴലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിഴലിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് അക്ബറിന്റെ ഭാഗത്ത്. ഓക്കെ, എന്താ ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസ് എന്തായാലും നിഴലാക്കും. ക്രിഞ്ചൻ ഫാൻസ് ഇപ്പൊ അവിടെ കിടന്നിട്ട് അറുമാദിക്കുന്നുണ്ട്. അല്ല, ക്രിഞ്ചൻ ഫാൻസിന്റെ അല്ല, ക്രിഞ്ചന്റെ നിഴലാക്കും. ക്രിഞ്ചൻ ശരത്തിനെ ഫുഡ് കഴിച്ചപ്പോ കണ്ടായി എന്താ ഞാൻ നിന്നെ വിളിച്ച് കാണിച്ചു ചെയ്യണോ നോക്കുന്നു. എന്റെ സ്വന്തം ആളല്ലേ. ഞാൻ അങ്ങനെയല്ലേ ഫാനായി മാറി. അതായത് അപ്പണിനെ എന്ത് ചെയ്ത് വെള്ളം വേണമെന്ന് പറഞ്ഞയച്ചു. അപ്പൊ അപ്പണി കുറച്ച് സത്യസന്ധനാ, പാവം, വെള്ളം എടുക്കാം. ഉള്ളിലൊന്നുമില്ല, പക്ഷെ പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഉള്ളിലില്ലാന്നുള്ളൂ, പ്ലേറ്റിലുണ്ടായിരുന്നു. ആ പ്ലേറ്റിലുള്ള എല്ലാം തിരിച്ചു വന്നപ്പോ അവിടെ ഇല്ല. അത് അപ്പണിന്റെ തോട്ടപ്പുറത്ത് നിന്നിട്ട് മറ്റൊരാണി അടിച്ചു കയറ്റി അപ്പണി എണീറ്റ് അങ്ങോട്ട് പോകുന്ന പോക്കില് ആദ്യത്തെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നോക്കി ഒളിഞ്ഞിങ്ങനെ നോക്കി വരുന്നുണ്ടോ എന്നിട്ട് പിന്നെ മര്യാദ ആകെ കുറച്ച് മറ്റേ കിഴങ്ങുപ്പേരിയും കണ്ട് കൊടുത്തതാ. അതാണ് ഈ വാരി തിന്നുന്നത്. ആ ചങ്ങായി വന്നിട്ട് അവനത് ശ്രദ്ധിച്ചിട്ട് പോലും ആ അപ്പണിക്കത് മനസ്സിലായിട്ട് പോലില്ല. അപ്പണി സത്യസന്ധനായിട്ട് വെള്ളം കൊണ്ടു കൊടുത്ത് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞത് ക്രിഞ്ചൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ക്രിഞ്ചൻ നൈസായിട്ട് അപ്പണിയെ എന്താക്കിയിട്ടുണ്ട്, നിഴലാക്കിയിട്ടുണ്ട്. വൻ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പാനിയോട്. അത് ലാലേട്ടന്റെ അതില് അപ്പാനി പറഞ്ഞിട്ടുണ്ട്. അപ്പാനി അതിന്റെ ഇട്ടേ കൂടെ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫാൻസിനെ തൊട്ട് കളിക്കണ്ട കേട്ടോ, അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ലാലേട്ടൻ എന്റെ ഫേവറേറ്റ് ആണ്. ലാലേട്ടൻ എനിക്ക് വേണ്ടി ചങ്ക് പറിച്ചു തരുന്നു. ശരിയാ, ചങ്ക് പറിച്ച് എങ്ങനെയാണെന്നറിയോ, ഈ ചില മെഷീൻ ഉണ്ടല്ലോ ഭയങ്കര ശല്യം ചെയ്യുമ്പോ അതിന്റെ മെമ്മറി ഭാഗങ്ങളൊക്കെ വലിച്ചട് കീറിയിട്ട് കൈ കൊടുക്കൂലേ, ഇത് വർക്കിംഗ് നിക്കാൻ വേണ്ടിട്ട്. നീ വന്ന് എന്നിട്ട് ചങ്കിനെ പിടിക്കുക, വലിച്ചട് കീറുക, എന്നിട്ട് കൈ തന്നെ കൊടുക്കുക അതിന്റെ തന്നെ. പിന്നെ കളകൂല. നീ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നിന്റെ സ്വന്തം മെമ്മറി ഊരി കളഞ്ഞാലും ബാറ്ററി ഊരി മാറ്റി വെച്ചാലും ഞങ്ങൾ ക്രിഞ്ചൻസ് വേറെ ലെവലായിരിക്കും. അവിടെ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആര്യൻ വേറെ ലെവലാ. സത്യം, ആൾക്ക് വേറെ എന്തൊക്കെയോ ഹോബീസ് ഒക്കെയാണ് ആളുടെ ഇഷ്ടങ്ങള്. മനസ്സിലാവില്ല. എന്തായാലും സ്വേച്ഛാധിപതി മത്സരത്തിന് 6 ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് അനുമോള്, ഒന്ന് ജിസേല്, ഒന്ന് അഭിലാഷ്, ഒന്ന് ഒണിയില്, ഒന്ന് നെവിന് പറഞ്ഞോ നവീന്, ഒന്ന് 6 പേരായി. ഇല്ല, അഭിലാഷിന്റെ കൂടെ ശൈത്യ ഒരാളുണ്ട് അല്ലേ? ശൈത്യല്ലേ? അഭിലാഷ്, ശൈത്യ, ജിസേല്, നെവിന്, അനുമോള്, ഒണിയില്. അതിൽ ഒണിയിലിനെയും അനുമോളിനെയും ആദ്യം തന്നെ വെട്ടിച്ചു. പാവം അനുമോള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അനുമോളുടെ കണ്ണീര് കാണുന്ന എനിക്ക് സഹിക്കാൻ പറ്റൂല കേട്ടോ. പക്ഷെ ഈ എത്ര വലിയ ഫാൻസ് അസോസിയേഷൻ മെമ്പർ എന്ന് പറഞ്ഞിട്ടും നീ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. ഫാൻസ് മുകളിൽ തന്നെ അത് നിങ്ങളുടെ മുകളിൽ കയറാൻ മാത്രമുള്ള യോഗ്യത ഒന്നും നമുക്കില്ലേ. നമ്മള് പാവങ്ങള് ഇമോഷൻസ് വരുമ്പോ കരയും. നമ്മൾ പാവങ്ങളാണ്. അതിനകത്ത് നമ്മള് നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ അയലത്ത് വരാനുള്ള ആൾക്കാരില്ല. ഞങ്ങള് ഇമോഷൻസ് കാണുമ്പോ അതായത് മറ്റുള്ളവർ കരയുന്ന കാണുമ്പോ ഞങ്ങൾ ചിരിക്കും. മറ്റേ സൈക്കോ ഫ്രാൻസ് സൈക്കോ മതി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു സ്വേച്ഛാധിപതി പരിപാടി ഉണ്ടായിരുന്നത്. ഇനിയുണ്ട് കേട്ടോ, ഗെയിം തീർന്നിട്ടില്ല. അത് തീരുമാനമായിട്ടില്ല. വെട്ടി ലാസ്റ്റ് ഒരാളിലേക്ക് എത്തും. അയാളായിരിക്കും സ്വേച്ഛാധിപതി ഭരണം. എന്തായാലും രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നടക്കുന്നത്. അനീഷും ഷാനവാസും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ നല്ല രസമുണ്ട്. അതായത് ഷാനവാസ് ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നു, നീ ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശല്യം ചെയ്യുന്ന അനീഷ്. അപ്പൊ അവിടെ അവര് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒരു വഴക്കൂടും, പക്ഷെ ഫസ്റ്റേ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിലുള്ളത് ഭയങ്കര രസമാണ്. എന്താണെങ്കിലും ലാലേട്ടൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചത്തെ ഭരണം ആരെ ഏൽപ്പിക്കും എന്നുള്ള സാധനങ്ങൾ മുൾമുനെ നിർത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരാഴ്ചക്കുള്ളാണല്ലേ? ഒരാഴ്ചക്കും കണ്ടാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ തെരഞ്ഞെടുക്കും എന്നുള്ളത്. ഒരാളെ. അപ്പൊ അടുത്ത ആഴ്ചക്ക് വേറെ ആളെ തിരഞ്ഞെടുക്കുക? അതറിയില്ല എങ്ങനെയാണ്. അപ്പൊ ക്യാപ്റ്റൻ അല്ലാതെ അതിന് മുകളിലൊരു ആളുണ്ടാവും. അയാള് തീരുമാനിക്കുന്ന പോലെ പലതും അങ്ങനെയൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിട്ട് ലൈവ് പോകുന്നുണ്ട്. സത്യമായിട്ട് പറഞ്ഞോ, ഇത് എത്രയാന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കണേ. എന്താണെങ്കിലും ഉറക്കം വരാത്ത ഒരു എപ്പിസോഡ് നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് സൈനിങ് ഓഫ്. യു ടു സീ ക്രിഞ്ചൻ ഫാൻസും അനുമോൾ ഫാൻസും.